ഹലോ ഫ്രണ്ട്സ്, നല്ല മഴയത്ത് ഒരടിപൊളി നല്ല കുരുമുളകിട്ട ചിക്കൻ സൂപ്പ് കുടിച്ചാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പം നമുക്കിതൊരു ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് സ്പ്രിങ് ഓണിയൻ്റെ താഴത്തെ ഭാഗത്തിലെ ഓണിയൻ ഉണ്ടാവുമല്ലോ, അതുകൂടെ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വിടുക. ഇനി സ്പ്രിങ് ഓണിയൻ ഇല്ല എങ്കിൽ ഉള്ളി ആയാലും മതി, കുഴപ്പമില്ല. നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് പച്ചക്കറികളോട് ചേർക്കാം. ക്യാരറ്റും ക്യാബേജുമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഉപ്പ്, കുരുമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ ഉള്ളി കൂടി ചേർത്ത് നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനിൻ്റെ സ്റ്റോക്കാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ചിക്കൻ്റെ കഷ്ണവും മറ്റ് കഷ്ണമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ സോയ സോസാണ് ചേർക്കുന്നത്. ഏകദേശം 10 പേര് കഴിക്കാൻ പാകത്തിലുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേ സെയിം ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ റെഡ് ചില്ലി സോസ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോസൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തിളയ്ക്കാൻ വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനെഗർ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇത് ഞാനൊരു ചെറിയൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് വിനെഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു കണക്കിലാണ്. നമ്മൾ ടേബിൾ സ്പൂണൊക്കെ കണക്കാക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത്. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വിടണം. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രയാണോ എരിവ് ആവശ്യം അത്ര മാത്രം തന്നെ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ സൂപ്പിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1-2 നുള്ളി പഞ്ചസാരന് ധാരാളമാണ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സാധനവും കൂടി ചേർത്ത് ഇളക്കി നോക്കിയ ശേഷം മാത്രം ഉപ്പിടാൻ വേണ്ടി നോക്കുക. കാരണം നമ്മുടെ സോസിൽ, ഇപ്പോൾ സോയ സോസിലായിക്കോട്ടെ ചില്ലി സോസിലായിക്കോട്ടെ, ആ സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ആ ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മുടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ കുറച്ച് ബ്രൗൺ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. ശരിക്കും കാണുമ്പോൾ ഇത്രയും ബ്രൗൺ കളർ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സോയ സോസിൻ്റെ കളർ അനുസരിച്ച് നമ്മുടെ സൂപ്പിൻ്റെ കളർ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റോക്ക് നേരത്തെ എടുത്തു. അതിൻ്റെ പീസ് നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ സൂപ്പിലേക്ക് ഇടാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. ഇനി ചെറിയ 2 പണി കൂടി ഉണ്ട്. ഒരു 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലൂടെ നമുക്ക് വെക്കാം. ഈ 2 കാര്യം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗ് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന ഈ ഒരു സൂപ്പിലേക്ക് കുറേശ്ശെയായിട്ട് ഒരു നൂല് പോലെ ഇങ്ങനെ മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഈ സൂപ്പുകളിൽ ഇങ്ങനെ മുകളിൽ പാട പോലെ നമ്മൾ കാണാറില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ മുട്ടയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. എല്ലാ മുട്ടയും കൂടെ അതിലേക്ക് ഇളക്കി ജസ്റ്റ് അത് വെന്ത് വരുമ്പോൾ നമുക്കതിപ്പോൾ തന്നെ കാണാൻ പറ്റും. വെന്ത് വരുമ്പോൾ നമുക്കൊരു പാട പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫൈനലി നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലതാ, ഇതുപോലെ നമ്മുടെ നൂല് പോലെ ഇങ്ങനെ മുട്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവണം. അതാണ് സൂപ്പിൻ്റെ ഒരു പാകമായിട്ട് വരിക. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച് കോൺഫ്ലവറും വെള്ളവും കൂടി ചേർത്ത മിശ്രിതം കൂടി നമ്മളിപ്പോൾ മുട്ട എങ്ങനെയാണ് ചേർത്ത് അതുപോലെ തന്നെ നമ്മൾ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറേശ്ശെയായിട്ട് ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂപ്പിന് കട്ടി നൽകുന്ന ഒരു സാധനം, ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സൂപ്പിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പോലത്തെ സൂപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. നമ്മുടെ സൂപ്പിൻ്റെ ഫൈനൽ സ്റ്റേജായി.
ഈ സമയത്ത് നന്നായിട്ട് തീ കൂട്ടി വെക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ അഥവാ പുളി അങ്ങനെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിനെഗർ ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ അതൊക്കെ കൂടി നമ്മുടെ ടേസ്റ്റൊക്കെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇനി അവസാനത്തെ സാധനം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്പ്രിങ് ഒണിയൻ്റെ മുകളിൽ ഭാഗം, അതായത് പച്ച ഭാഗമില്ല, നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം വേണ്ടിയിട്ട് വിടുക. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂപ്പിൽ മിസ് ചെയ്തുവിടാത്തൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സൂപ്പിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾക്ക് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ പറഞ്ഞ കണക്കെ ഈ ഒണിയൻ്റെ ഈ ഒരു പച്ച സാധനം ഇല്ലെങ്കിൽ കൂടി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് നമ്മൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടുവരാറ്. അപ്പോൾ അതുപോലെ നമ്മൾ വേവിച്ച് കോണൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളർ ഞാൻ പറഞ്ഞു, കളർ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സോയ സോസിൻ്റെ കളർ ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ചൂട് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഈ സൂപ്പ് തന്നെ മതി, ധാരാളമാണ്. നന്നായിട്ട് വയറ് ഫില്ല് ചെയ്തൊരു ഫീൽ വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.